സിനിമാ മേഖലയെ ആക്രമിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോഴാണ് പറയുന്നത് അന്വേഷിക്കട്ടെ. ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെയും അന്വേഷിക്കും. ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ്. ഞാൻ പറയണത്, അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത്? നിങ്ങൾ പറയൂ, അങ്ങനെയാണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ആരാണ് ശുദ്ധികലശം നടത്തുന്നത്? അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത്? എന്നാ പിന്നെ സിദ്ദിഖ് രാജിവെക്കണ്ടല്ലോ. അമ്മ ശുദ്ധികലശം സിദ്ദിഖ് എന്തിനാണ് രാജിവെച്ചത്? അങ്ങനെ മാന്യതയാണ്. അയാളെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയിൽ രാജിവെച്ചത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? ധർമ്മജൻ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? അവിടെ നിന്നൂടെ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജിവെക്കണോ? അതാദ്യം പറയണം. ആദ്യം പറഞ്ഞിട്ട് ഞാൻ വർത്താനം പറയാം. എന്താണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക, എന്നിട്ട് ഞാൻ വർത്താനം പറയാം. അമ്മയിലെ അംഗങ്ങൾ എല്ലാരും മോശക്കാരാണോ? അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും മോശക്കാരല്ലെങ്കിൽ അത് അമ്മ പറയട്ടെ. അമ്മ പറഞ്ഞൂടെ? അമ്മയ്ക്ക് അത് പറയാമല്ലോ. ഞാൻ രണ്ട് പെമ്മക്കൾ, പ്രായപൂർത്തിയായ രണ്ട് പെമ്മക്കളുള്ള ഒരു അച്ഛനാണ് ഞാൻ. ധർമ്മജൻ മുൻകാട്ടി നടിക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം. നിങ്ങൾ ഈ പറയുന്ന ആ വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികത നിങ്ങൾ ആ സമയത്ത് കാണിച്ചോ? അല്ല, നിങ്ങൾ അത് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ. ധർമ്മജൻ മുൻകാട്ടി എന്ന് പറയുന്ന നടൻ ആ സമയത്ത് എന്ത് നിലപാടെടുത്തു? കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരായാലും അല്ല, നിങ്ങൾ ആ പ്രതിക്കൊപ്പം, പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള നടനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ധർമ്മജൻ. നിങ്ങൾ ആ സമയത്ത് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വേറെ വർത്താനം പറയണ്ട. ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ വർത്താനം കുറ്റം ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നാട്ടുകാർക്ക് അറിയാം ധർമ്മജൻ, നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല. നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഹലോ, അതെന്റെ നിലപാടാണ്. എനിക്ക് പൊട്ടിക്കരയണോ ചിലപ്പോ ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ നിലപാട് പറയുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ധർമ്മജൻ? ആ നിലപാട് വ്യക്തമാക്കിയ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താണ് പറയുക? ഞാൻ തീരുമാനിക്കും. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, അതെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എന്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് ഞാൻ എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ധർമ്മജൻ, ഈ രീതിയിൽ സമൂഹത്തോട് പ്രതികരിച്ച ഒരാളാണ് സിദ്ദിഖ്. നല്ല പ്രതിബദ്ധതയുള്ള ആളാണ്. നിങ്ങൾ സമൂഹത്തിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ 10 രൂപ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനത് കൊടുക്കാറുള്ള ഒരാളാണ്. ലിസ്റ്റ് ഇവിടെ വന്ന് പറയില്ലല്ലോ എന്റെ പണി. ആ കൊടുക്കുന്ന ലിസ്റ്റ് ഇവിടെ വന്ന് പറയില്ലല്ലോ എന്റെ പണി. എന്റെ മേഖലയിലാണ് നടക്കുന്നതെങ്കിൽ അത് ചോദിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഇല്ല ധർമ്മജൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ തോന്നിവാസം നടക്കുന്നു. നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള 10 രൂപയിലധികം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട. ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റുകയുമില്ല. ധർമ്മജൻ മുൻകാട്ടി 10 രൂപ കൊടുത്തിട്ട് 10ഉം 10,000 കൊടുത്ത ശേഷം 10ഉം 10,000 കൊടുത്ത ശേഷം എന്ത് തോന്നിവാസമാകാമെന്നാണോ? ഒരാളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്.
എന്ത് തോന്നിവാസവും നടത്തുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കരുത്. 10,000 10,000 ഞങ്ങൾ കൊടുത്തു, വീട് വെച്ചു, എന്നിട്ട് ഞങ്ങൾ ഈ തോന്നിവാസം മുഴുവൻ ചോദിക്കും, നടത്തും. ആരും ചോദിക്കാൻ വരണ്ട. അതാണ് പറയുന്നത്. നിങ്ങള് അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര വീടുകളുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയാൻ പാടില്ല അമ്മ സംഘടന പറ്റി നിങ്ങൾ പഠിച്ചു നോക്ക്. അതെ, ആ വെച്ചു കൊടുത്ത വീടിനേക്കാളും എത്ര സ്ത്രീകളാണ്, എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു, എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു, എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി. ഇനി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത് ധർമ്മജൻ? പരിഹാസ്യമാകും, സമൂഹത്തിന് മുന്നിൽ പരിഹാസിക്കപ്പെടും. ഞാൻ വീട് വെച്ചത് ഞാൻ മിമിക്രിയും ഇതൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത്, സിനിമയൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത്. ഇത് ഔട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല. എനിക്കും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളുടെ കുറ്റമല്ല, ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും. അത് ഓരോരുത്തർ വരുന്നു, പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ 10 പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കുറച്ചു പേരുണ്ടായിരുന്നുള്ളത്. ഇപ്പൊ എല്ലാരും വരുന്നു. നമുക്ക് സിനിമ ഇല്ലാണ്ടാകുന്നത് നമ്മ ആരും കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. ഇല്ല ധർമ്മജൻ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ. അതല്ലാതെ ഈ തോന്നിവാസക്കാരെ മുഴുവൻ സഹായിച്ച് അവർക്കൊപ്പം നിന്ന് ഞങ്ങൾ കുറെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾഗാട്ടി, നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. ഞാൻ നാണം കെടുക്കുന്നില്ല, നിങ്ങളാണ് നാണം കെടുക്കുന്നത്. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ നിങ്ങളാണ് നാണം കെടുന്നത്. നിങ്ങള് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് നാണം കിടന്നത്. നിങ്ങളാണ് നാണം കിടന്നത്. ധർമ്മജൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം, ഏത് സ്ത്രീയെ വേണമെങ്കിലും ദ്രോഹിക്കാം, ഏത് സ്ത്രീയെ വേണമെങ്കിലും ആക്രമിക്കാം എന്നാണോ പറയുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സിനിമാക്കാരെല്ലാം മോശക്കാരാണെന്നോ? സിനിമാക്കാരെല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മോശക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ മോശക്കാരുണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. വിചാരിച്ചിട്ട് നിൽക്കലായിരുന്നു. പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിലെ അംഗമാണ് ഞാൻ. സിദ്ദിഖിക്ക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു. എനിക്ക് ബാബുചേട്ടൻ, മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാണ്. നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയാണ്. അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ. എനിക്ക് അതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല. നിങ്ങൾ ഈ രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയെ തെറി പറയും. എനിക്ക് അതിലൊരു അത്ഭുതവും ഇല്ല ധർമ്മജൻ, എനിക്കൊരു അത്ഭുതവും ഇല്ല. ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും പറയാം. ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറയും. നിങ്ങൾ എന്ത് സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ചാനലിൽ ഇരുന്നിട്ട് കൊണച്ച വർത്താനം പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഷൂട്ടിംഗ്, ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുമ്പോൾ അതിനുണ്ടായ പ്രതികളെ സംരക്ഷിക്കാൻ നടന്നിട്ടില്ല. ഞങ്ങൾ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ നടന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. നമ്മളോട് അത്ര വലിയ വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ശമ്പളം എടുത്തിട്ട്, നിങ്ങളുടെ ഭർത്താവിന് ശമ്പളം എടുത്തിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ധർമ്മജൻ, ഒന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ പോലെ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്ത് തോന്നിവാസം കാണിക്കുമെന്നാണോ? നിങ്ങൾ എനിക്കിട്ട് കൊട്ടിഘോഷിക്കണ്ട. നിങ്ങൾക്ക് സ്വയം ലജ്ജിക്കണം ധർമ്മജൻ, നിങ്ങൾ സ്വയം ലജ്ജിക്കണം. ഈ രീതിയിൽ സംസാരിച്ച സിദ്ദിഖാണ് രാജിവെച്ചു പോയത്. നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ. നിങ്ങളുടെ നിലപാട് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലജ്ജിക്കണം, നാണം കെടണം നിങ്ങൾ സ്വയം. മാന്യനാണ്, രാജിവെച്ചു പോയി, അത് മാന്യതയാണ്. ഒരു നിവൃത്തിയില്ലാതെ രാജിവെച്ചു. ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് രാജിവെച്ചു പോയത് അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് രാജിവെച്ചു പോയിട്ട് അങ്ങനെയൊന്നുമല്ല. പുള്ളി രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ തയ്യാറായിട്ട് രാജിവെച്ചു പോയ ആളാണ്. അതല്ലാതെ നാട്ടുകാർ മുഴുവൻ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ല, അല്ലെ? നാണം കെട്ടിട്ടല്ല രാജി. നാണം കെട്ടിട്ടല്ല രാജി. നാണം കെട്ടിട്ടാണ് ആ രാജിവെച്ചത്. ഈ ജനങ്ങൾ മുഴുവനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ മുഴുവൻ ഇത് അറിയുന്നു. ഞാൻ പറയുന്നത് കേട്ടാവും.
എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് ഭയങ്കര തോന്നിയാസോ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ട് കേട്ടാ, ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടാ. അപ്പോൾ അതാണ് കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്കറിയാം. ധർമ്മജൻ, നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. ഞാനതൊന്നും കേട്ട് ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല ധർമ്മജൻ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ഇത്രയും കാലം എടുത്ത നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ബിക്കോസ് ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് ആ തരത്തിലേക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. അതൊന്നും കേട്ട് ഞാൻ നിർത്തിപ്പോന്ന് കരുതണ്ട. താനാരാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യം പോലും. ഞാൻ എന്റെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ വീട്ടിൽ വന്ന് കഞ്ഞി മേടിച്ച് കുടിക്കുന്ന ആളൊന്നുമല്ല. എന്താ പറയണ്ടേ, എല്ലാം ചീത്തയും പറഞ്ഞു. താൻ തന്റെ വഴി നോക്ക്. ഇതാണോ ഇതായിരിക്കും താരസംഘടനയ്ക്ക് ഒന്നടങ്കം ജനങ്ങളോട് പറയാനുള്ളത്? പോയി പണി നോക്കുന്നാണ്. പോയി പണി നോക്ക്. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? പോയി പണി നോക്ക്, അതാണ് പറയാനുള്ളത് അല്ലേ? സംഘടനയാണ്. താൻ അത് മനസ്സിലാക്കാദ്യം. ഒരുപാട് പേർക്ക് നല്ല ചെയ്യുന്ന സംഘടനയാണ്. സംഘടനയിൽ പൈസയിലായിട്ട് ലാലേട്ടൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റായിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാതിട്ടാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഈ ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? ഈ അതിക്രമങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ? കോടതിയുണ്ട്, പോലീസുണ്ട്, അവര് തെളിയിക്കട്ടെ. താനാണ് തെളിയിക്കുന്നത്, താനാണ് പോലീസ്, താനാണ് കോടതി. ഇങ്ങനെ എന്നെ പോലെ പലരും മാധ്യമങ്ങളിൽ ഇരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത്. ധർമ്മജൻ, ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്നത് ചോദിക്കുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഞാൻ ആരാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഞാൻ ആരാണെന്ന് താൻ അവിടെ വിളിച്ചിരുന്നു പറഞ്ഞ ഒരു കാര്യമില്ല ധർമ്മജൻ. ആളാണ് ധർമ്മജൻ ചോദ്യം ചെയ്യാൻ ധർമ്മജൻ എന്നല്ല, അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം. ഞാൻ ചോദിക്കുകയും ചെയ്യും. എന്താണ് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പ്രത്യേകത? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് എന്ത് നിലപാടുണ്ട്? എന്ത് ധാർമ്മികതയുണ്ട് ഇത് പറയാൻ? ഞാൻ അച്ഛന്റെ മോന് ഒരു അമ്മയുടെ മോനും പിറന്ന ആളാണ്. അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ സംസാരിക്കണം. നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ. നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്നൊക്കെ പുറത്തു വരട്ടെ ധർമ്മജൻ. അത് ജനം കേൾക്കട്ടെ, പറയൂ, കേൾക്കട്ടെ. വളരെ മാന്യമായിട്ട് പറഞ്ഞു. മോഹൻലാല്, മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാർ അടങ്ങുന്ന സംഘടനയാണ് അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യുന്നുണ്ട്. മോളെ മനസ്സിലാക്ക്, ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് നല്ലത് ചെയ്ത സംഘടനയാണ്. അത് മനസ്സിലാക്ക്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തെളിയിക്കപ്പെടുത്തേ.